ഏതൊരു വ്യോമസേനയുടെയും നട്ടെല്ലാണ് അവാക്സ് വിമാനങ്ങൾ. കാരണം വ്യോമാക്രമണം ഫലപ്രദമായി നടത്തണമെങ്കിൽ, പ്രത്യാക്രമണത്തെ ചെറുക്കണമെങ്കിൽ ഈ സിഗ്നലിങ്ങും ഇമേജിങ്ങും ഒക്കെ കൃത്യമായി നടക്കാൻ അവാക്സിൻ്റെ സഹായമാണ്. പാകിസ്ഥാൻ്റെ ഒരു അവാക്സ് വിമാനം ഹാങ്കറിൽ എന്ന് പറഞ്ഞാൽ കാർ ഷെഡ് പോലെ വിമാനം ഇടുന്ന ഷെഡിൽ കിടന്നത് നമ്മൾ തകർത്തു എന്ന് പറഞ്ഞു സ്ഥിരീകരിക്കപ്പെട്ടതാണ്. ഇപ്പോൾ വിദേശ മാധ്യമങ്ങൾ പറയുന്നത് ഒന്നല്ല, ഒന്നുകൂടി തകർത്തു. അവൻ ഹാങ്കറിലായിരുന്നില്ല, ആകാശത്ത് പറന്നു വന്ന അവാക്സിനെ നമ്മൾ അടിച്ച് തകർത്തു എന്ന് പറയുന്നുണ്ട്. ശരിയാണ്. യുറേഷ്യൻ ടൈംസ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ ഒരു റിപ്പോർട്ടിലും സൂചനകളുണ്ട്. അപ്പോൾ ഇത് ലോകത്തൊരു റെക്കോർഡാണെന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ S-400 ആണ് ഇത് ആകാശത്ത് വെച്ച് പാകിസ്ഥാൻ്റെ ഈ അവാക്സിനെ തകർത്തിരിക്കുന്നത്. മറ്റേത് ഹാങ്ങറിലാണ് തകർത്തത്. ആകെ 5 എണ്ണമാണ് ഉള്ളത്. ഇന്ത്യക്കും അതെ 5 അവാക്സാണ് ഉള്ളത്. ആ 5 എണ്ണത്തിൽ 2 എണ്ണമാണല്ലോ പാകിസ്ഥാൻ ഇല്ലാതാവുന്നത്. ഇനി തല പൊക്കാൻ കുറേ സമയം എടുക്കും. അപ്പോൾ ലോകത്ത് ഈ കരയിൽ നിന്ന് സർഫസ് ടു എയർ മിസൈലാണ് സാം എന്ന് പറയുന്നത് നമ്മുടെ ഈ S-400 നിന്ന് പോകുന്നത്. ആകാശത്ത് 314 കിലോമീറ്റർ അകലെ ഉള്ളൊരു ലക്ഷ്യത്തിനെ ഇങ്ങനെ S-400 തകർക്കുന്ന ആദ്യത്തെ സംഭവമാണ് ലോകത്തെ എന്നാണ് യുറേഷ്യൻ ടൈംസ്. അപ്പോൾ അതൊരു ലോക റെക്കോർഡ് എന്നുള്ള നിലയ്ക്കാണ് റിപ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്നത്. മറ്റേത് ഹാങ്ങറിലായിരുന്നെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂരിൽ റാങ്ക് മേടിച്ചു S-400. അതിപ്പോൾ വളരെ പ്രശസ്തമായ ഒരു സംവിധാനമായിട്ട് മാറിയിരിക്കുന്നു. ഇതിനെ ഇകഴ്ത്തി കാണിക്കാനായിട്ട് അമേരിക്കയുടെ നേതൃത്വത്തിലൊക്കെ വലിയ ശ്രമങ്ങൾ നടന്നിരുന്നു. നമ്മളിത് വാങ്ങരുതെന്ന് ഓർക്കുന്ന ഉപരോധം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചു. അപ്പോൾ ഇത് ഇവരുടെ അവാക്സ് എന്ന് പറയുന്നത് സ്വീഡനിൽ നിന്ന് മേടിച്ച സാബ് എറൈ 2000 ഫ്ലൈയിങ് റഡാർ എന്ന് പറയുന്നത്. ഫ്ലൈയിങ് റഡാർ എന്ന് പറയുന്നത് അതെ, പറക്കുന്ന റഡാറാണ്. ഹബ്ബാണ് എന്ന് പറയാം. ആകാശത്ത് നിന്ന് നിരീക്ഷണങ്ങളൊക്കെ നടത്തി ശത്രുവിൻ്റെ സേനാവിന്യാസം, അവരുടെ മിസൈൽ പുറപ്പെടുമ്പോൾ ശത്രുവിൻ്റെ അത് പറയുക, വിമാനങ്ങൾ ആകാശത്ത് എവിടെയുണ്ടെന്നൊക്കെ പറയുക. ഇതൊക്കെയാണ് എയർബോൺ ഏർലി വാർണിംഗ് സിസ്റ്റം. അതായത് മിസൈൽ വരുന്നുണ്ടോ എന്നൊക്കെ കണ്ടുപിടിച്ച് സൈന്യത്തെ അറിയിക്കേണ്ട വിമാനമാണ് അവാക്സ്. അവൻ തന്നെ മിസൈൽ വെച്ച് ചത്തു. അതെ, അതായത് ആകാശത്തെ കമാൻഡ് ആൻഡ് കൺട്രോൾ ഹബ്ബാണ് അവാക്സ് വിമാനം എന്ന് പറയുന്നത്. വലിയ നിരീക്ഷണ സംവിധാനമാണ്. അത് ചുരുക്കമേ എല്ലാ രാജ്യത്തും ഉണ്ടാവുള്ളൂ. കാരണം അതിന് അതുപോലെ വിലയാണ്. ഇതിന് 800 കോടി രൂപ വരും ഈ ഒരു അവാക്സ് വിമാനത്തിന്. ഈ സാബ് 2000 എറൈ എന്ന് പറഞ്ഞ സ്വീഡനിൽ നിന്നുള്ള വിമാനം. അവർക്ക് 4-5 ചൈനയുടെ അവാക്സും കൂടി ഉണ്ടായിരുന്നു. ഇതൊരു വിമാനം വാങ്ങിച്ചിട്ട് അതിൽ ഫിറ്റ് ചെയ്യാണ് റഡാർ. അത് വേറെ സിസ്റ്റമായിരിക്കും. നമ്മൾ ഇസ്രയേലിൻ്റെ ഫാൽക്കൺ റഡാറാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. റഷ്യയിൽ നിന്ന് വാങ്ങിച്ച വിമാനത്തിൽ ഇസ്രയേലിൻ്റെ ഫാൽക്കൺ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അവാക്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് തകർന്നു പോയത്. ഈ സാബ് എറൈ അതിപ്പോൾ 2 എണ്ണമായി തകർന്നു പോകുന്നു. നമ്മൾ S-400 അതിന് നാറ്റോയിൽ SA-21 എന്നാണ് പറയുന്നത്. അതിന് ഈ യുക്രൈൻ യുദ്ധത്തിൽ ഈ S-400 ഉണ്ടായിരുന്നു. കാരണം നമ്മൾ റഷ്യയുമായിട്ട് ചേർന്ന് സംയുക്തമായിട്ട് വികസിപ്പിച്ചിട്ടുള്ള സിസ്റ്റമാണ്. അതിനെ പാശ്ചാത്യ മാധ്യമങ്ങൾ അപഹസിച്ചുകൊണ്ടിരുന്നു. S-400 SA പാക് ക്രൂയിസ് മിസൈലുകളെയും ഡ്രോണുകളെയും ഒക്കെ നശിപ്പിച്ചിട്ടുണ്ട്. ഇല്ലേ, 800ഓളം ഡ്രോണുകൾ പാകിസ്ഥാനിൽ നിന്നുള്ളത് നശിച്ചു പോയിട്ടുണ്ട്. 5 S-400 വാങ്ങാനാണ് നമ്മൾ റഷ്യയുമായിട്ട് കരാർ ഒപ്പുവെച്ചത്. 3 എണ്ണം കിട്ടി, 2 എണ്ണം ഇനി വരാനുണ്ട്. അപ്പോൾ ഇത് $5.4 ബില്യൺ ആയിരുന്നു കരാർ. 46,247 കോടി രൂപ, 47,000 കോടി രൂപ എന്ന് പറയാം. മനോഹർ പരീക്കർ പ്രതിരോധ മന്ത്രി. അതെ, മനോഹർ പരീക്കർ ആണ് ഈ വലിയ സമ്മർദ്ദത്തെയും, അമേരിക്കയുടെ സമ്മർദ്ദം, അതുകൂടാതെ പ്രതിപക്ഷത്തിൻ്റെ സമ്മർദ്ദം. എന്തിനാണ് ഇത്രയും പണം മുടക്കി ഇത് വാങ്ങുന്നത്? റഷ്യയെ സഹായിക്കാൻ വേണ്ടിയാണ്, കമ്മീഷൻ അടിക്കാൻ വേണ്ടിയാണ്, മോദിക്ക് യുദ്ധക്കൊതിയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചണ്ഡമായ പ്രചാരണം ഇന്ത്യയിലെ പ്രതിപക്ഷം കോൺഗ്രസ് പാർട്ടി നടത്തി. കോൺഗ്രസ് പാർട്ടിക്ക് ഇടതുപക്ഷവും എന്നിട്ട് കോടതിയിലും പോയിരുന്നു. അതെ, ഇതാവശ്യമില്ല, ഈ കരാറിൽ ക്രമക്കേടുകളുണ്ട്,
എന്ന് പറഞ്ഞാൽ കോഴയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കോടതിയിൽ പോയിരുന്നു രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പല ആളുകളും. അമേരിക്ക പറഞ്ഞു അവരുടെ താട് സിസ്റ്റോ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് തരാം, നമ്മളിത് വാങ്ങിക്കാൻ പാടില്ല, ഇതൊരു ഭീഷണിയായിട്ട് തന്നെ അവർ കണ്ടു, നമുക്ക് ഉപരോധം ഏർപ്പെടുത്തും, പല സാധനങ്ങളും നമ്മൾ താടൊക്കെ ഇസ്രയേലിൽ കൊണ്ടുവച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് താടിനെയൊക്കെ വെട്ടിച്ച് അവിടെ വന്ന് മിസൈൽ വീടുന്നുണ്ട്. അത് തന്നെ ബംഗൂറിയൻ എയർപോർട്ടിന്റെ മുന്നിൽ വരെ മിസൈൽ, ബാലിസ്റ്റിക് മിസൈൽ വന്ന് വീഴും. ഇപ്പൊ ലോകത്തില് നിലവിലുള്ള ഏറ്റവും 2 നല്ല സിസ്റ്റം ആകാശും S-400 തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ പാകിസ്ഥാന്റെ രണ്ടാമത്തെ നഷ്ടം എയർ മാർഷൽ മസൂദ് അക്തർ, പാകിസ്ഥാന്റെ മുൻ വ്യോമസേനാ മേധാവി, അദ്ദേഹമാണ് ആദ്യത്തെ നഷ്ടം സ്ഥിരീകരിച്ചത് എവാക്സിന്റെ. അദ്ദേഹം പറഞ്ഞു ഈ 9-ാം തീയതി മെയ് രാത്രി ബ്രഹ്മോസ് ആക്രമണത്തിലാണ് ഒരു എവാക്സ് ബുലാരി വ്യോമത്താവളത്തിൽ നശിച്ചുപോയത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. സർഫസ് ടു സർഫസ് ആണോ എയർ ടു സർഫസ് ആണോ ആ ബ്രഹ്മോസ് എന്ന് ഉറപ്പില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. സംഗതി വന്ന് തകർത്തു പോയി, വീണു, സാധനം പോയി. 4 എണ്ണം തുടർച്ചയായിട്ട് വന്നു. ഇവര് സുരക്ഷിതമായിട്ട് മാറ്റാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എവാക്സിനെ, നടന്നില്ല. 4 ബ്രഹ്മോസ് മിസൈൽ തുടർച്ചയായിട്ട് വന്നപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, തകർന്നു പോയി. 4ാമത്തത് ഹാങ്ങറിൽ വന്നിട്ട് ഇതിനെ ഇടിച്ച് നശിപ്പിച്ചു എന്ന് എയർ മാർഷൽ മസൂദ് അക്തർ ഒരു ഇൻ്റർവ്യൂവിൽ സ്ഥിരീകരിച്ചു. അങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ ആദ്യം സ്ഥിരീകരിച്ചു വന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇന്ത്യ S-400 2 എണ്ണം പടിഞ്ഞാറ് നമ്മുടെ പശ്ചിമ മേഖലയിൽ, 1 എണ്ണം കിഴക്ക്, എനിക്ക് തോന്നുന്ന രാജസ്ഥാൻ ജയ്സാൽമീർ ആ ഭാഗത്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. പടിഞ്ഞാറെന്ന് പറയുമ്പോൾ ഗുജറാത്തിലും. 1 എണ്ണം കിഴക്ക്. ഇതാണ് നമ്മുടെ കയ്യിലുള്ള 3 എണ്ണം. 2 എണ്ണം റഷ്യയിൽ നിന്ന് വരാനുണ്ട്. യുക്രൈൻ യുദ്ധം കാരണം വൈകുകയാണെന്ന് റഷ്യ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 2 എണ്ണം തരാനായിട്ട്. ഇപ്പോൾ അജിത് ഡോവൽ മോസ്കോയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ S-400 നമ്മൾ കൂടുതൽ ഓർഡർ ചെയ്യും. S-500 തരുമോ ചേട്ടാ എന്ന് ചോദിക്കാനും പോകുന്നു. S-500 പ്രൊമത്തിയൂസ് നമ്മൾ വാങ്ങിക്കാനും പോകുന്നു. അപ്പോൾ S-500 NG എന്ന ആയുധത്തിൽ പറഞ്ഞാൽ ന്യൂ ജനറേഷൻ എന്നാണ്. S-500 NG സർഫസ് ടു എയർ മിസൈൽ ആണ് വരാൻ പോകുന്നത്. ആൻറ്റി ബാലിസ്റ്റിക് ആണ്. അത് അവിടുത്തെ അൽമാസ് ആൻറ്റി എന്ന് പറഞ്ഞ കമ്പനിയാണ് നിർമ്മിക്കുന്നത്. 600 കിലോമീറ്ററാണ് അതിൻ്റെ റേഞ്ച്. ഹൈപ്പർസോണിക്കിനെ തട്ടിക്കളയും. ഹൈപ്പർസോണിക്, ബാലിസ്റ്റിക്, ലോ എർത്ത് സാറ്റലൈറ്റ്സിനെ, ഉപഗ്രഹങ്ങളെയും തട്ടിക്കളയും. അതാണ് അതിനുള്ള പ്രത്യേകത. സംയുക്ത നിർമ്മാണം നടത്താൻ പോകുന്നുണ്ട് S-500 പ്രൊമത്തിയൂസ്. ഇന്ത്യയിലും കൂടി ബ്രഹ്മോസൊക്കെ ചെയ്തതുപോലെ തന്നെ ചെയ്യും. S-400 ചെയ്തതുപോലെ. ചൈന സ്റ്റെൽത്ത് J-35 പാകിസ്ഥാന് കൊടുക്കാൻ പോകുന്നുണ്ട്. ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് ധാരാളം മതി. പാകിസ്ഥാന് മൊത്തത്തിൽ കൈകാര്യം ചെയ്യാനായിട്ട് ഇത്രയും മതി. ഇന്ത്യക്ക് ഇനി ഈ പ്രൊമത്തിയൂസ് വന്നാലും S-500 വന്നാലും നമുക്ക് പുതിയ ലോഞ്ചറുകൾ വേണ്ട, പഴയ ലോഞ്ചറുകൾ മതി, മിസൈൽ മേടിച്ചാൽ മതി എന്നുണ്ട്. S-400 400 കിലോമീറ്ററാണ് റേഞ്ച്. 40 N6 മിസൈലുകളാണ് അതിൻ്റെ അകത്തുള്ളത്. 48 N6 മിസൈലുകളും വാങ്ങിക്കാം. ഒരേ സമയം 80 ടാർഗറ്റ്സിനെ ലക്ഷ്യം വെക്കാം S-400. റഷ്യക്ക് 30 റെജിമെൻറ്റുകളുണ്ട് S-400-ൻ്റെ. അപ്പോൾ നമ്മൾ 50 യൂണിറ്റ് നമുക്കിപ്പോൾ വ്യോമസേനയ്ക്ക് പല സർഫസ് ടു എയർ മിസൈലുകൾ ഇതല്ലാതെയും ഉണ്ട്. 50 യൂണിറ്റ് ഉണ്ട് വ്യോമ പ്രതിരോധ സംവിധാനം. ഇത് മാത്രമല്ലാതെ ഇതും കൂടി ചേർത്ത് 50 എണ്ണം വ്യോമസേനയ്ക്ക് ഉണ്ട്. കൂടുതൽ വേറെ കാര്യമുണ്ട്. കിഴക്കും വടക്കും തെക്കും ഒക്കെ ഉള്ളത്. തെക്കൊന്നുമില്ല. അപ്പോൾ അന്ന് ഇവിടേക്ക് കേരളത്തിലേക്ക് തെക്കേ ഇന്ത്യയിലേക്ക് സാധനം വന്നാൽ ആകാശം ചിലപ്പോൾ ആകാശമൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും. അല്ല, ഡോവല് പോകുന്നുണ്ടല്ലോ. അല്ല, പോയിട്ട് S-400 ഇവിടെ കൊണ്ട് വെക്കുമായിരിക്കും. ചിലപ്പോൾ സൗത്തിൽ ഒരെണ്ണം വെക്കുമായിരിക്കാം. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഈ സൗത്ത് ഇന്ത്യയുടെ ആകാശം എത്രമാത്രം ഗാർഡഡ് ആണ് എന്ന് നമുക്കറിയില്ല. അത് സൈനിക രഹസ്യമാണ്. പക്ഷേ ഇവിടെ സദേൺ നേവൽ കമാൻഡ് ഉൾപ്പെടെയുള്ള
സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ടും ഇതൊക്കെ ഇപ്പുറത്തല്ലേ ഇവിടെ ഉള്ളതുകൊണ്ട് ഈ ആകാശ് തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. ബ്രഹ്മോസ് തിരുവനന്തപുരത്ത് ഉൽപാദനം ഉണ്ടല്ലോ. എന്ന് പറയും. അതല്ല ഞാൻ പറയുന്നത്, നമുക്ക് തോന്നുമ്പോൾ ഇവിടെ ഒന്നും ഇല്ലെന്ന് തോന്നും. അങ്ങനെ ആയിരിക്കില്ല, സംഭവമൊക്കെ ഉണ്ടാവും. ഒരിക്കലും ആയിരിക്കില്ല. ഒക്കെ നമുക്ക് കവചവും കാര്യങ്ങളും ഒക്കെ കാണും. അതെ, ഇതൊന്നും പുറത്തു പറയാൻ പാടില്ലല്ലോ. അതെ അതെ, നമുക്കറിയാമെങ്കിലും പറയാൻ പറ്റില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.